കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് DAP എങ്ങനെ ചെടികൾക്ക് കൊടുക്കാം, ഏതൊക്കെ ചെടികൾക്ക് കൊടുക്കാമെന്നാണ്. DAP ഇതാണേ, നമുക്ക് ചെറിയ കവറിൽ 100 ഗ്രാം വീതമാണ്. ഇങ്ങനെയും കിട്ടും. 10 രൂപ മാത്രമേ ഇതിന് റേറ്റ് ഉള്ളൂ. ഇങ്ങനത്തെ വാങ്ങിച്ചു വെച്ചാലും മതി. 1 രൂപ 1 കിലോയ്ക്കുള്ളതും നമുക്ക് കിട്ടും. ഇങ്ങനെ വാങ്ങിക്കാനും കിട്ടും, ചെറിയ പാക്കറ്റ്. കുറച്ച് ചെടിയൊക്കെ ഉള്ളവർ ഇങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്, ചീത്തയായി പോവാതെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെടിയൊക്കെ കൊടുക്കാം. നമുക്ക് ഒരു ചെടിയിലത്തേക്ക് ഫ്ലവറുള്ള ചെടിയൊക്കെ ഇത്രയും മതി. ചട്ടി അനുസരിച്ചിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ള. വലിയ നല്ല ഫ്ലവർ തോനെ തരണ നല്ല വലിയ ചട്ടിയൊക്കെ നമുക്ക് എത്രയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചുവടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് DAP ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്രയും എല്ലാത്തിനും വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ എല്ലാം ഒരു ഹോൾ ഇട്ടിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണതാണ് നല്ലത്. എന്നിട്ട് മണ്ണൊന്ന് മൂടി കൊടുക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലവറിങ് പ്ലാന്റിന് മാത്രമല്ല, നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ കണ്ട ഞാൻ ഇടയ്ക്ക് DAP ഇട്ട് വെച്ചാണ്. നല്ല ഭംഗിയായിട്ട് നിറയെ തൈകൾ പൊട്ടി വരാനും ഒക്കെ നമുക്കിത് നല്ലതാണ്. അപ്പൊ ഇത് ചെറിയ കുഞ്ഞു ചട്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം, ഒരു 4 or 5 തരി മാത്രമേ ഇടാവേ. ഇട്ടിട്ട് മണ്ണ് മൂടി നമുക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കാം. നമ്മളെ അടീന് നല്ല ഭംഗിയായിട്ട് പൂത്തിരിക്കുന്നുണ്ട്. വീണ്ടും അത് ഇതുപോലെ തന്നെ അതിനും കൊടുക്കാം. 2 or 3 കുഴി കുത്തിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതാണ് നല്ലതേ. നമ്മളെ 7 days റോസ് ആണേ, നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ആയിട്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഞാൻ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്, വീണ്ടും കൊടുക്കാനുള്ള സമയമായി. അപ്പൊ അതിനൊക്കെയും ചുവട്ടിലിട്ട് കൊടുക്കണേ. നമ്മളെ ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന 10 മണി, ഇതിനൊക്കെ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ട് ഒരു 10 ദിവസമൊക്കെ ആയിട്ടില്ല. നമുക്ക് 15 ദിവസം കൂടുമ്പോഴാണ് നമുക്ക് ഇതിനെല്ലാം DAP ഇട്ട് കൊടുക്കാനുള്ളത്. നല്ല ഭംഗിയായിട്ട് വലിയ ഫ്ലവറായിട്ട്. അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിടാം. ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആണ്, ബുഷിയായിട്ട്. നമുക്ക് ഫ്ലവറിങ്ങിന് മാത്രമല്ല, നമ്മൾ ഇൻഡോർ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് ഇത് കണ്ട നല്ല ഭംഗിയായിട്ട് വരാനും ഇതുപോലെ DAP ഇതുപോലെ അതേപോലെ തന്നെ നമുക്കൊരു കുഴി കുത്തിയിട്ട് അതിനൊക്കെ നമുക്ക് DAP ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു വളം തന്നെ കൊടുക്കാതെ മാറി മാറി നമ്മൾ വളം കൊടുക്കണം. അതാണ് എല്ലാ ചെടിയൊക്കെ നല്ലത്. ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് വരാൻ. ഇതും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ എൻ്റെ ഒന്നും പേരെത്ര എക്സാക്ട് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ആന്തോറിയം വെറൈറ്റി ചെടികളാണ്. ഇതിനൊക്കെയും നമുക്ക് DAP ഇട്ട് കൊടുക്കാം. ഈ ചെടിയുടെ പേര് യഥാർത്ഥമായിട്ട് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരമാവും. അതുപോലെ നമ്മളെ കലാത്തിയ, ഈ കലാത്തിയിൽ ഇങ്ങനെ വരണ ഫ്ലവർ നമ്മൾ നിർത്തിക്കരുത്, നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തില്ലെങ്കിൽ ചെടി പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകും. മറ്റത് നമുക്ക് നന്നായിട്ട് ഫ്രഷായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വരണ ഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് കൊടുക്കണേ. കണ്ടേ, ഇതുപോലെ ഇതിലെല്ലാം ഫ്ലവർ ഉണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് നല്ല വേനലാണ്, നല്ല ചൂടുള്ള സമയം. അപ്പം നമ്മൾ വളമിട്ട് അതനുസരിച്ച് നമ്മൾ അതിന് വെള്ളം കൊടുക്കാൻ മറക്കരുതേ. നല്ല ഭംഗിയായിട്ട് ഉണ്ട്. DAP ഒക്കെ കൊടുക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് നിറയെ, ആദ്യം ഞാൻ NPK മാത്രമായിരുന്നു ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഒരു ആൾ പറഞ്ഞു തന്നതാണേ, ഒരു ചെടിക്കടയിൽ പോയപ്പോൾ പറഞ്ഞത് DAP കൂടെ കൊടുക്കാം. അങ്ങനെ ഇൻഡോർ പ്ലാന്റിന് നമ്മൾ നല്ല ഭംഗിയുള്ളതിനും നമുക്ക് DAP തന്നെ ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ കുറച്ച് മാത്രം മതിയേ, ഒരു 3 or 4 തരി ഇട്ടാലും മതിയേ. ഇട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോഴൊന്നും അതങ്ങ് അലിഞ്ഞോളൂ. അതിൻ്റെ ലീഫിലൊന്നും ആവാതെ തന്നെ നമുക്ക് മുട്ടാതെ വളം ഇട്ട് കൊടുക്കണം.
നമുക്ക് ഈ പ്ലാന്റിന് ഇതിൻ്റെ ഈ ഹോള് വെള്ളം ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, അതിനകത്ത് നമുക്ക് ഒരു 3-4 തരി ഇട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.